മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ അരുൺകുമാറുണ്ട്. മാവേലിക്കരയിൽ നിന്ന് അരുൺകുമാർ ജോയിൻ ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും രസകരമായൊരു കാര്യം, മാവേലിക്കരയിൽ അരുൺകുമാർ നേരിടുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ 35 വർഷമായി ഇന്ത്യൻ പാർലമെന്റിലെ അംഗമാണ്. അരുൺകുമാറിന് 35 വയസ്സില്ല. ഏറ്റവും ഈ തവണത്തെ മത്സരിക്കുന്നതിൽ ഏറ്റവും അരുൺകുമാറിന്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ പാർലമെന്റ് പാരമ്പര്യമുള്ള ഒരു നേതാവിനോടാണ് അരുൺകുമാർ മാവേലിക്കരയിൽ ഏറ്റുമുട്ടുന്നത്. ഒരു എന്താ പറയുക, ഈ മത്സരത്തിലെ ഏറ്റവും ഒരു ബേബി കാൻഡിഡേറ്റ് എന്ന് പറയാം അരുൺകുമാർ. എങ്ങനെ കാണുന്നു ഈ മത്സരത്തെ അരുൺകുമാർ മാവേലിക്കരയിൽ? വളരെ ആവേശകരമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. 100% വിജയം സുനിശ്ചിതമാണ്. ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിൽ ബൂത്തുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും ലൈവാണ്, പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. 3 ജില്ലകളിലുള്ള ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയിൽ അതിൻ്റെ ടെറൈൻ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളതാണ്. താങ്കൾ ആ മേഖലയിൽ നിന്നുള്ള ആൾ തന്നെയാണ്. മാത്രമല്ല, ഇടകലർന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ കൊടിക്കുന്നിൽ ജയിക്കാറുണ്ടെങ്കിൽ തന്നെയും ഇടകലർത്ത് ആ മണ്ഡലത്തിൽ CPIയെയും കോൺഗ്രസിനെയും മാറ്റി മാറ്റി ജയിപ്പിക്കുന്ന ഒരു ജനങ്ങളാണ്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അറിയാമല്ലോ, ഒരു ഇന്ത്യ ബ്ലോക്കിലെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് CPIയും കോൺഗ്രസും എന്ന് പറയുന്നത്. അപ്പോൾ സെക്യുലർ വോട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പ്രധാനമായും മത്സരിക്കുന്നത്. സമീപകാലത്ത് ഉയർത്തിയിട്ടുള്ള അജണ്ടകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവുന്നു. എങ്ങനെയാണ് CPI LDF കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലെ ഒരു പ്രത്യേക ക്ഷണിതാവിനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ രാഷ്ട്രീയം ഒരുക്കിയിരിക്കുന്നത്? ഞങ്ങൾ പ്രധാനമായും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ മണ്ഡലത്തിൻ്റെ വികസനം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. മാവേലിക്കര മണ്ഡലം രൂപീകൃതമായിട്ട് 15 കൊല്ലക്കാലം പൂർത്തിയായി. ഇത് 4ാമത്തെ ടൈമിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് സവിസ്തരമായി ഈ നാട് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടുകാർക്ക് സമ്മതിദായകർക്ക് എല്ലാം പറയാനുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട മാർഗമായി മാറിയത്. അത് ഞങ്ങൾ ഈ നാടിനോട് ആ കാര്യങ്ങൾ എല്ലാം തുറന്ന് സമ്മതിക്കാൻ തയ്യാറായി. ഈ നാട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അതൊക്കെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയിട്ടാണ് വലിയ ചർച്ചകൾ ഉണ്ടായത്. അതൊക്കെ ഇടതുപക്ഷത്തിന് വളരെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ താരതമ്യേന ചെറുപ്പക്കാരനാണ്. എങ്ങനെയാണ് ആ ചെറുപ്പം രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ്? ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വന്നത്. നീണ്ട 24 കൊല്ലക്കാലത്തെ പ്രവർത്തന പരിചയമെല്ലാം ഈ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഇക്കാലം അത്രയും കിട്ടിയ ഒരു അനുഭവ സമ്പത്ത് ഈ നാട്ടിൽ സുതാര്യമായി സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞതിലുള്ള ഒരു നിശ്ചയദാർഢ്യമെല്ലാം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതൊക്കെ നാളുകളിൽ ഈ മാവേലിക്കരയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് മാവേലിക്കരയിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പ്രളയത്തിൽ അതിനകത്തൊക്കെ സാധാരണ ഒരു പ്രവർത്തകനായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതെന്ന് ആ രക്ഷാപ്രവർത്തനങ്ങൾക്കും ക്ലീനിങ് പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ആ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ നാട് അതെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കുട്ടനാടും ചെങ്ങന്നൂരുമെല്ലാം. പിന്നെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ അതൊക്കെ ചെറിയ അനുഭവ സമ്പത്തല്ല. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെ ബഹുമാനീയനായ കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു, ചേർത്തലയുടേത്. ആ കാര്യങ്ങളെല്ലാം ചെയ്തതിലൂടെ എങ്ങനെയെല്ലാം നമുക്ക് എന്താണ് ഫണ്ടുകൾ വിനിയോഗിക്കാം, എങ്ങനെയെല്ലാമാണ് നമുക്ക് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കഴിയേണ്ടത്, അത്തരത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആ കാര്യങ്ങളിലെല്ലാം ഉണ്ടായി. ശരി അരുൺകുമാർ, നോക്കൂ, ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 9 തെരഞ്ഞെടുപ്പ് കൊടിക്കുന്നിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 2 തോറ്റുപോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി 7 തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. 35 വർഷത്തെ പാരമ്പര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിനുണ്ട്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിലിന് ആ മണ്ഡലത്തിലുള്ളത്. ആ തരംഗത്തിൽ അത് അത്ര വലിയ ഭൂരിപക്ഷമാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും പത്തനംതിട്ടയും മാവേലിക്കരയും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് സമ്മാനിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഏതായാലും ഒട്ടും തന്നെ ചെറിയ എതിരാളിയല്ല. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റും ഒക്കെയാണ്, KPCC വർക്കിംഗ് പ്രസിഡന്റും ഒക്കെയാണ്. ആ അർത്ഥത്തിലൊക്കെ വളരെ ശക്തനായ ഒരു എതിരാളിയാണ് അരുൺകുമാർ കന്നി പോരാട്ടത്തിൽ നേരിടുന്നത്. നോക്കൂ, എത്രത്തോളം ഈ പറയുന്ന കൊടിക്കുന്നിലെന്ന് പറയുന്ന അതികായനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടെ നേരിടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് താങ്കൾക്ക് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത്തരം ഒരു വെല്ലുവിളികളെ സംബന്ധിച്ചൊന്നുമുള്ള ആശങ്കകളും തോന്നലുകളും ഒന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടങ്ങളിലും തോന്നിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കാലത്ത് UDF-ലുണ്ടായിരുന്ന മാണി സാറിൻ്റെയും ബാലകൃഷ്ണപിള്ള സാറിൻ്റെയും കക്ഷികൾ രണ്ടുപേർ ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷമൊക്കെ നമ്മൾ അത്തരത്തിൽ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ ഇടതുപക്ഷത്തിന് 7 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഇത്തവണ ജയിച്ചു വരാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അരുൺകുമാർ, ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, ഈ 35 വർഷത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ ഒരു പാരമ്പര്യം അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ബാഗേജായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? അത് താങ്കൾക്ക് ഗുണമാകും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതിലേക്കാണ് വിളിച്ചിട്ട് പറയാൻ വേണ്ടി വന്നത്. അതാണ് പറയാൻ വേണ്ടി വന്നത്. ഏതാണ്ട് 57 ദിവസക്കാലം പൂർത്തീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. 27-ാം തീയതി മുതലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വന്നത്. ആ കാലം മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന 57 ദിവസക്കാലം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് നിരവധിയായ വോട്ടർമാരെ, ഈ പറയുന്ന മാവേലിക്കരയുടെ ഒരു പ്രത്യേകത എല്ലാം നിങ്ങൾക്കെല്ലാം നല്ല ധാരണയുള്ളതാണ്. നമ്മുടെ തീരദേശത്തിൻ്റെ ഭാഗം മുതൽ ഏതാണ്ട് മലയോര പ്രദേശം വരെ കിടക്കുന്ന വലിയൊരു ഏരിയയാണ്. എനിക്കൊന്ന് മധ്യ തിരുവിതാംകൂറിലെ നമ്മുടെ രണ്ട് അതിരുകൾ അങ്ങേ എൻഡിൽ നിൽക്കുന്ന ഒരു വലിയ മണ്ഡലം. വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒക്കെയുള്ള കുട്ടനാടും മലയോര പ്രദേശവും തീരദേശവും സമതല പ്രദേശങ്ങളും ഒക്കെയുള്ള ഒരു നാടാണ്. അവിടെയെല്ലാമുള്ള വ്യത്യസ്തമായ അത്തരത്തിലുള്ള കൾച്ചറും സാഹചര്യങ്ങളും ഒക്കെയുള്ള വോട്ടർമാരെയാണ് നേരിട്ട് കണ്ടത്. അവരെല്ലാം തുടക്കത്തിൽ അവരെല്ലാം ആദ്യമായി കണ്ടപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്ന ഒരു വർത്തമാനമുണ്ട്. അവരെല്ലാം എന്നോട് പറഞ്ഞത് വോട്ട് ചെയ്യാം ഇടതുപക്ഷത്തിന്, അരുൺകുമാറിന്, പക്ഷേ വോട്ട് മേടിച്ച് വിജയിച്ചു പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്ന ആളാണെങ്കിൽ അരുൺകുമാറെ നിങ്ങൾക്ക് വോട്ട് തരില്ല എന്നാണ് ഈ നാട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ നാടിനോട് വലിയ ഒരു വാഗ്ദാനമാണ് ഞാൻ കൊടുത്തത്. ഈ നാടിനോടൊപ്പം തീർച്ചയായും വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത്. മാത്രമല്ല വരാനിരിക്കുന്ന 5 വർഷങ്ങളിൽ വികസനത്തിലൊപ്പം ഉണ്ടാകും എന്നുള്ള വാഗ്ദാനവും നൽകുന്നു അരുൺകുമാർ, മാവേലിക്കരയിൽ നിന്നുള്ള LDF-ന്റെ സ്ഥാനാർത്ഥി. എല്ലാ ആശംസകളും വരും. തീർച്ചയായും.